അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ളതല്ല. പ്രധാനമായും രോഗം നിർണ്ണയിക്കപ്പെടുന്നത് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണെന്ന് മാത്രം. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ നിപ്പയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ചില പ്രത്യേക രോഗലക്ഷണങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി ഇത് ഇന്ന രോഗമായിരിക്കണം എന്നുള്ള ഒരു സംശയം ഡോക്ടർമാർക്ക്, ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വരികയും അവർക്ക് സംശയം തോന്നുന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ അതിന് ടെസ്റ്റ് നടത്തി ഈ രോഗാണുക്കളെ കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്യണം. അത് നല്ല രീതിയിൽ ചെയ്യുന്നത് ഈ 2 ജില്ലകളിലായതുകൊണ്ട് കൂടുതൽ കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. സാധാരണ രീതിയിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ സാധാരണ എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും പോലെ തന്നെയാണ് വരാറ്. സാധാരണ പനി വരിക, തലവേദന, പിന്നീട് ബോധക്ഷയം, അപസ്മാരം, ഈ രീതിയിലേക്കാണ് ഈ രോഗലക്ഷണങ്ങൾ പുരോഗമിക്കാറ്. ഏത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധയും നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത് നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത ശേഷം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, അതിനകത്ത് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്. ഈ അമീബ നമ്മൾ സാധാരണ കൃത്യമായി നിർണ്ണയിക്കുന്നത് ഈ ഫ്ലൂയിഡ് എടുത്ത ഉടനെ തന്നെ നമ്മളതിനെ മൈക്രോസ്കോപ്പിലുള്ള ഒരു വെറ്റ് മൗണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനകത്ത് ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന അമീബ ഉണ്ടോ, മോട്ടൈൽ ഓർഗാനിസം എന്ന് പറയും, അത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ വേണ്ടി അത് നോക്കുന്ന മൈക്രോബയോളജിസ്റ്റിനുള്ള ഒരു വൈദഗ്ധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ കേസിലും അത് പെട്ടെന്ന് തന്നെ നിർണ്ണയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ നമ്മളത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് നിർണ്ണയിക്കുന്നത് അതിന് ശേഷമുള്ള PCR ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്. കാരണം 2-3 വർഷം മുമ്പെയൊക്കെ അത് കോഴിക്കോട് ഈ രോഗനിർണയം നടത്തിയ സമയത്ത് കേരളത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ PCR ടെസ്റ്റ് നടത്തി അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് പോണ്ടിച്ചേരിയിലേക്കൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ഇത് ഏത് സ്പീഷീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള PCR ടെസ്റ്റുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോടും നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ അനിതയുടെ നേതൃത്വത്തിലുള്ള മൈക്രോബയോളജി വിഭാഗം വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്കും ഇത്തരം കുറേ കേസുകൾ കണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ രോഗനിർണയം നടത്താൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും ഇത് ഏതൊക്കെ തരത്തിലാണ് ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മുമ്പേ പഠിച്ചിരിക്കുന്നതും എല്ലാവരും അധികവും മനസ്സിലാക്കുന്നതും ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. ഇത് നീഗ്ലേരിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു ഫ്രീ ലിവിങ് അമീബ ഉണ്ടാക്കുന്ന രോഗമാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥയിൽ ഈ ഈ ഈ അമീബ നിൽക്കുകയും അത് ഈ മൂക്കിലൂടെയൊക്കെ തലച്ചോറിലേക്ക് കയറി വളരെ ഗുരുതരമായ രോഗം ഉണ്ടാക്കുകയും രോഗം നിർണ്ണയിച്ചാലും പ്രത്യേകിച്ച് കുറച്ച് വൈകിയാൽ പോലും നമുക്ക് രോഗിയെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഈ ചില ആൻറ്റി ഫംഗൽ അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ മരുന്നുകളുടെയൊക്കെ പല മരുന്നുകൾ കൂട്ടി നമ്മൾ ചികിത്സിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന പല കേസുകളും ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ല. നേരെ മറിച്ച് നമ്മളതിന് സബ് അക്യൂട്ട് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അമീബ കൊണ്ടുണ്ടാവുന്നതല്ല. അതിനകത്ത് നമ്മൾ ആദ്യം കോഴിക്കോടൊക്കെ കണ്ടിരുന്നത് വെർമമീബ വെർമിഫോമിസ് എന്ന് പറയുന്ന ഒരു അമീബ ആയിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ ഒക്കെ കാണുന്നത് ഒരു അക്കന്തമീബ, ബാലമൂത്തിയ, ആ വിഭാഗത്തിൽപ്പെട്ട വേറെ സാപ്പീനിയ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട 2-3-4 ഈ വകഭേദങ്ങൾ കൂടെ ഉണ്ട്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ട് വരണമെന്നില്ല, അല്ലെങ്കിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് മാത്രമേ വരുമെന്നില്ല. നമ്മൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ തോട്ടം നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന രീതിയിലുള്ള വെള്ളം കൊണ്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഇടപഴകുമ്പോഴൊക്കെ തന്നെ ഈ രോഗാണു ശരീരത്തിലേക്ക് വരികയും ഇത് സാധാരണ മുമ്പൊക്കെ നമ്മൾ കണ്ട ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ വളരെ ഗുരുതരമായ രോഗലക്ഷണങ്ങളല്ല തുടക്കത്തിൽ ഉണ്ടാക്കുക. സാധാരണ ഏത് ഈ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പോലെയും പനി, തലവേദന തുടങ്ങിയ ചെറിയ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ സമയത്ത് പലപ്പോഴും കൃത്യമായ രോഗനിർണയം നടന്നുകൊള്ളണമെന്നില്ല. അത് കാരണം ആ രോഗം അത്ര തീവ്രതയിലേക്ക് ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ തുടക്കത്തിൽ രോഗനിർണയം നടത്താൻ സാധിക്കാതിരിക്കുമ്പോഴാണ് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പും ഇത്തരം കേസുകളിൽ കൃത്യമായി ഏത് രീതിയിലാണ് പരിശോധന നടത്തേണ്ടത്, അതിൽ തന്നെ സംശയം വരികയാണെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായ മാർഗ്ഗരേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൂടുതൽ കേസുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഏകദേശ വിവരം അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ ഏകദേശം 70 അടുത്ത് കേസുകൾ നമ്മൾ ഇതുവരെ രോഗനിർണയം നടത്തിയിട്ടുണ്ട്. ഈ അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും കൂടെ തന്നെ. അതിൽ തന്നെ ഏകദേശം ഒരു 20 രോഗികൾ അടുത്ത് മരണം സംഭവിച്ചിട്ടുണ്ട്. ബാക്കി 50 പേരെയും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല ഇപ്പോൾ അവസാനം രോഗനിർണയം നടത്തിയ, പ്രത്യേകിച്ച് നേരത്തെ തന്നെ രോഗനിർണയം നടത്തിയ പല ആൾക്കാരെയും നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം കൃത്യമായ രീതിയിൽ തന്നെ ഈ ജനങ്ങൾക്കും അതേപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഇതിനെപ്പറ്റി കൃത്യമായ രീതിയിലുള്ള ധാരണ ഉണ്ടാക്കുക, അതേപോലെ കൃത്യമായ ടെസ്റ്റുകൾ ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതും അതിനുള്ള സംവിധാനങ്ങളും അവൈലബിൾ ആക്കുക, അതേപോലെ തന്നെ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള PCR ടെസ്റ്റുകൾ കുറച്ചുകൂടെ കൂടുതൽ ലഭ്യമാക്കുക. ഇത്തരം രീതിയിൽ നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ രോഗനിർണയം നടത്താൻ സാധിക്കുകയും അതേപോലെ തന്നെ നേരത്തെ തന്നെ രോഗനിർണയം നടത്തി കൃത്യമായ ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണനിരക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും സാധിക്കുമെന്നാണ് തോന്നുന്നത്. വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഗ്ലേരിയ ഫൗലേറി എന്ന് പറയുന്ന രീതിയിലുള്ള അമീബയാണെങ്കിൽ നമ്മൾ ഗുരുതരാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാലും രോഗി രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അതിനകത്തും പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ അമീബ വന്നിട്ടും ചില രോഗികൾ രക്ഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. കാരണം അത് തുടക്കത്തിലെ സംശയം തോന്നുകയും കൃത്യമായ രോഗനിർണയം നടത്തുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കോമ്പിനേഷൻ ഉള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ആ രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്, ഗുരുതരാവസ്ഥയിലാണുള്ളത്. അത് ഏത് തരത്തിലായിരിക്കും രോഗം ബാധിക്കാൻ സാധ്യത? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കുളിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. അത് ഈ പറയുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അല്ലാത്ത ടൈപ്പുള്ള മെനിഞ്ചോഎൻസെഫലൈറ്റിസുകളൊക്കെ തന്നെ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കുട്ടിയെ സാധാരണ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വെള്ളവുമായിട്ട് ഇടപഴകുന്ന സാഹചര്യം വന്നാൽ ആ രീതിയിൽ വരാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് രോഗം വരാം. അതല്ലാതെ നമ്മൾ മുമ്പേ വിചാരിച്ച പോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കുളത്തിലോ മുങ്ങുമ്പം മാത്രം വരുന്ന രീതിയിലുള്ള അമീബ അല്ല കാണുന്നത്. ഇപ്പോഴും നമുക്കത് ഏത് വിഭാഗത്തിൽ പെട്ടതാണ് ഇപ്പോഴത്തെ ഈ കേസിൽ വന്നത് എന്ന് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വന്ന ശേഷം മാത്രമേ നമുക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഗുരുതരമാകുന്നത് അല്ലേ? അല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതേപോലെ തന്നെ പൊതുവേ പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്ക് ഇത്തരം ആൾക്കാരിലേക്ക് രോഗം വരികയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗനിർണയം വൈകുകയും ചെയ്യുന്ന സമയത്താണ് രോഗം കൂടുതൽ മൂർച്ഛിക്കുന്നതും മരണസാധ്യത കൂടുകയും ചെയ്യുന്നത്.